ഹായ് കിച്ചൺ റെസിപ്പീസ് ഇൻ മലയാളത്തിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ ഡേ എങ്ങനെ എൻഡ് ചെയ്യണു എന്നുള്ളത് സൈലൻ്റ്ലി പവർഫുൾ ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. നമ്മൾ കൂടുതൽ സംസാരിക്കാറുള്ളത് മോർണിംഗ് റുട്ടീൻ, മോർണിംഗ് റിഫ്രഷ്, പ്രൊഡക്ടിവിറ്റി എന്നൊക്കെ ആയിരിക്കും. പക്ഷേ നമ്മളുടെ ഡേ എങ്ങനെ ക്ലോസ് ചെയ്യണു എന്നുള്ളതും ഈക്വലി ഇമ്പോർട്ടൻറ്റ്, അല്ലെങ്കിൽ ചിലപ്പം അതിനേലും കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് ഉണ്ടോ എന്ന് പോലും എനിക്ക് തോന്നാറുണ്ട്. ഇതുകൊണ്ട് നമുക്കൊരു പീസ്ഫുൾ സ്ലീപ്പ് കിട്ടുമെന്നുള്ളത് കൊണ്ട് മാത്രമല്ല, നമ്മളുടെ വീട്ടിലത്തെ ഒരു എനർജിയെ തന്നെ റീസെറ്റ് ചെയ്യാനും പിറ്റേ ദിവസത്തേക്കൊരു നല്ലൊരു ഫ്രഷ് സ്റ്റാർട്ട് കിട്ടാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ നൈറ്റ് റുട്ടീൻ ശരിക്കും സ്റ്റാർട്ട് ചെയ്യണത് ഡിന്നറെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ടാണ്. പ്ലേറ്റ് എല്ലാം വാഷ് ചെയ്യാനിട്ട് കിച്ചൺ കൗണ്ടർ ടോപ്പ് എല്ലാം തുടച്ചിട്ട് എന്നും പറഞ്ഞ് ഭയങ്കരമായ ഡീപ്പ് ക്ലീൻ എന്നൊന്നും അല്ലാട്ട് ഉദ്ദേശിക്കുന്നത്. അത്യാവശ്യം നന്നായിട്ടൊക്കെ തുടച്ചും ക്ലീൻ ചെയ്തൊക്കെ ഇടും. ഇതൊക്കെ വെറും ഒരു ജോലിയായിട്ട് വിചാരിക്കേണ്ട കാര്യമില്ല കേട്ടോ. കാരണം ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ ഒരു സിഗ്നൽ കൊടുക്കുവാണ് നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും ഒരു ചെറിയൊരു സിഗ്നൽ കൊടുക്കുവാണ്, ഇനി ഇന്നത്തെ ഓട്ടം എല്ലാം കഴിഞ്ഞു, റെസ്റ്റ് ചെയ്യാൻ ടൈമായി എന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് തിരക്ക് പിടിച്ച് ചെയ്യാണ്ട് വളരെ റിലാക്സ്ഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യണത് നമുക്ക് നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ള ഉറക്കം കിട്ടാനും ഹെൽപ്പ് ചെയ്യുമെന്നാണ് തോന്നുന്നത്. റിമോട്ട് എല്ലാം കറക്റ്റ് സ്ഥലത്തോട്ട് എടുത്തു വയ്ക്കുക, ലിനൻസ് എല്ലാം കറക്റ്റാക്കി ഇട്ട് കൊടുക്കുക, സോഫയെല്ലാം കറക്റ്റായിട്ട് അതിൻ്റെ പൊസിഷനിൽ ഇട്ട് കൊടുക്കുക. വീടിനൊക്കെ സിഗ്നൽ കൊടുത്തിട്ടുണ്ട്, ഉറങ്ങുന്ന ടൈം ആയിട്ടുണ്ട്, എല്ലാവരും കിടക്കാൻ പോയിക്കോളൂ എന്നുള്ളത്. പക്ഷെ ഇനി എൻ്റെ മൈൻഡിനും കൂടെ ഒരു സിഗ്നൽ കൊടുക്കണമല്ലോ. കിടക്കണതിന് തൊട്ട് മുമ്പ് പല്ല് തേക്കുന്നതും സ്കിൻ കെയർ ചെയ്യുന്നതും, ബുക്സ് വായിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ നമുക്ക് നല്ല പോസിറ്റീവ് മെസ്സേജ് തരുന്ന ഏതെങ്കിലും ബുക്സിനെ കുറച്ചെന്തെങ്കിലും വായിക്കുവാണെങ്കിൽ, ഒരുപാട് പേജുകൾ വായിക്കണം എന്നല്ല പറയുന്നത്, ഏതെങ്കിലും ഒരു പാരഗ്രാഫ് വായിച്ചാലും നമ്മൾ ഉറങ്ങുമ്പം ആ വായിച്ച വേർഡ്സ് ശരിക്കും നമ്മുടെ മനസ്സിൽ പതിയും എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് രാത്രി നല്ല സമാധാനമായിട്ട് ഉറങ്ങാനും പിറ്റേ ദിവസം രാവിലെ എണീക്കുമ്പോൾ നല്ല പോസിറ്റീവായിട്ട് കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.